യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി മാതാപിതാക്കൾ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാറുണ്ട്. കുട്ടികളൊക്കെ കുറച്ച് പേരുള്ളൂ, പക്ഷെ മാതാപിതാക്കളാ എന്താ കാര്യം എന്നറിയൂ? പരീക്ഷാ സമയം ഭയങ്കര ടെൻഷനാണ് മാതാപിതാക്കൾക്ക്. കുട്ടികൾക്കില്ലാത്ത ടെൻഷനാണ്. അതൊക്കെ സ്വാഭാവിക. നമ്മുടെ മക്കളല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ മക്കൾ പഠിച്ച് വലുതായി ഉന്നത അവസ്ഥയിലായാലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. ഒക്കെ നല്ലതാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മളെ മക്കൾ നന്നായി പഠിക്കണം, ഉയരണം, ജോലി കിട്ടണം. ഇതേത് മാതാപിതാക്കളുടെ സ്വപ്നമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ നമ്മുടെ മക്കൾ നന്നായി പരീക്ഷ എഴുതണം. ചില മാതാപിതാക്കളെങ്കിലും ടെൻഷൻ അടിക്കുന്നുണ്ട്, മക്കൾ പഠിക്കുന്നില്ല, കഴിഞ്ഞ റിസൾട്ടൊക്കെ പരാജയമായിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ മക്കൾ പഠിക്കും. നിങ്ങൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതും. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്, ദൈവം തന്നൊരു വാഗ്ദാനമുണ്ട്. ഏശയ്യാ 54:13 കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് പ്രാപിക്കും. പ്രിയമുള്ളവർ, എത്ര മനോഹരമായ സെൻറ്റൻസാ. നീ പേടിക്കണ്ടാന്ന്, കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും. കർത്താവ് പഠിപ്പിച്ചാൽ അവർ ഉന്നതമായ അവസ്ഥയെത്തും, ശ്രേയസ് പ്രാപിക്കും. അതായത് ദൈവം പ്രത്യേകം താല്പര്യമെടുത്ത് അടുത്ത തലമുറയെ വ്യക്തിപരമായി പഠിപ്പിക്കുന്ന പറയുന്നത്. ഇത് അർത്ഥമാക്കുന്നത് എന്താണത്? ആ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് കർത്താവ് പഠിപ്പിച്ചാൽ ആഴത്തിലുള്ള ആത്മീയത, വൈകാരികമായ ശാരീരികമായ ശ്രേയസ് അതിൽ കർത്താവ് നയിക്കും. പ്രിയമുള്ളവർ, ഇതെന്താ അർത്ഥമാക്കുന്നത്? ഭാവി തലമുറയെ, അവരുടെ ഭാവി തലമുറയുടെ ജീവിതം മനോഹരമാക്കുവാൻ ഒരു ഉടമ്പടി, ഈ ഉടമ്പടിയുടെ ഒരു യുഗം, അതിലേക്ക് നമ്മുടെ മക്കളെ ദൈവം നയിക്കും. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നു എന്നർത്ഥമാക്കുന്നത്. മനുഷ്യ പ്രബോധനത്തിൽ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ദൈവം തന്നെ കുട്ടികളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നേരിട്ട് സ്വാധീനിക്കുകയും നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതിന് കർത്താവുമായിട്ട് ചേർത്ത് വെക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തോടും ദേവാലയത്തിനും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം കിട്ടും. വീണ്ടും ഓർക്കുക, ദൈവം നയിച്ചാൽ അവർ സുരക്ഷിതരാകും, നീതിമാന്മാരായിരിക്കും, ഭയത്തിൽ നിന്ന് മുക്തരുമായിരിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, കുട്ടികളുടെ ഭാവി മനോഹരമാകുവാൻ ദൈവം നൽകുന്ന ഒരു വാഗ്ദത്ത വചനമാണ്. നമ്മുടെ കുട്ടികളുടെ ആത്മീയമായ വളർത്തലിനും ഭാവിയിലും ദൈവം വ്യക്തിപരമായി താല്പര്യമെടുക്കുന്നു അർത്ഥമാക്കുന്ന വാഗ്ദാനം. അതായത് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കുക, അവർക്ക് ദൈവത്തെ കൊടുക്കുക, ദൈവം അവരെ പഠിപ്പിച്ചോളും. ദൈവം പഠിപ്പിക്കുക മാത്രമല്ല പ്രിയമുള്ളവരെ, ശ്രേയസ് ആർജിക്കുക എന്ന് പറയുമ്പോൾ സമഗ്രമായ തരത്തിൽ കർത്താവ് നമ്മുടെ മക്കളെ നോക്കും, പരിപാലിക്കും, ചേർത്ത് വയ്ക്കും, വളർത്തും. ദൈവം നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷ ദൈവം തന്നെ എഴുതിപ്പിക്കട്ടെ. ആത്മാവ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ നയിക്കപ്പെടട്ടെ. മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കാം, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛൻ ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മയും നമ്മുടെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.